ഇന്ന് നമ്മൾ ചരിത്രത്തിൻ്റെ അതിവിശേഷപ്പെട്ട ഒരു ഘട്ടത്തെക്കുറിച്ച് സംസാരിക്കാനാണ് പോകുന്നത്. 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം. ഇത് വെറും സൈനിക സംഘർഷമല്ല, പക്ഷേ ബംഗ്ലാദേശിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിനും ഇന്ത്യ പാകിസ്ഥാൻ ബന്ധങ്ങളുടെ ഭാവിക്കും നിർണായകമായ ഒരു സംഭവമായിരുന്നു. ഈ യുദ്ധത്തിൻ്റെ കാരണവും പ്രധാന സംഭവങ്ങളും സൈനിക മുന്നേറ്റങ്ങളും ഫലങ്ങളുമെല്ലാം നമ്മൾ ഈ വീഡിയോയിൽ വിശദമായി പരിശോധിക്കുന്നു. യുദ്ധത്തിൻ്റെ തുടക്കം 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം പൂർണ്ണമായും ബംഗാൾ പ്രദേശത്ത് സംഭവിച്ച രാഷ്ട്രീയ സംഘർഷത്തിന്റെ ഫലമായി വന്നു. പാകിസ്ഥാനാകെ 2 ഭാഗങ്ങളായി വിഭജിതമായിരുന്നു: പശ്ചിമ പാകിസ്ഥാനും കിഴക്കൻ പാകിസ്ഥാനും. കിഴക്കൻ പാകിസ്ഥാൻ ജനസംഖ്യ കൂടുതലുള്ളതായിരുന്നു, പക്ഷേ രാഷ്ട്രീയവും സാമ്പത്തികവും ശക്തിയും പശ്ചിമ ഭാഗം കൈവശം വച്ചിരുന്നു. ഈ അധീനതയിൽ ബംഗ്ലാദേശ് ജനങ്ങൾ അടിമത്തവും അവകാശ ലംഘനവും അനുഭവിച്ചു. ഇത് വിമർശനത്തിന് കാരണമായി. യുദ്ധത്തിന്റെ പ്രധാന കാരണം കിഴക്കൻ പാകിസ്ഥാന്റെ സ്വാതന്ത്ര്യ പ്രവൃത്തിയായിരുന്നു. 1970 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പാർട്ടി വിഭജനം വന്നപ്പോൾ കിഴക്കൻ പാകിസ്ഥാന്റെ ആന്തോലന നേതാക്കൾ അധികാരം തേടിയെങ്കിലും പശ്ചിമ പാകിസ്ഥാൻ ഭരണകൂടം അത് അംഗീകരിച്ചില്ല. പാകിസ്ഥാൻ സൈന്യം കിഴക്കൻ ഭാഗത്ത് ജനങ്ങളുടെ പ്രക്ഷോഭം കൈവശത്താക്കാൻ സൈനിക ആക്രമണം ആരംഭിച്ചു. ഇതോടെ ബംഗാളി ജനങ്ങൾ ഇന്ത്യയിലേക്ക് പാരിതോഷികമായി ഒഴുകിവന്നു. ഇന്ത്യക്ക് ഇത് വലിയ മാനവിക പ്രതിസന്ധി ഉണ്ടാക്കി. യുദ്ധത്തിലെ ഇന്ത്യയുടെ പങ്ക്. ഇന്ത്യയുടെ പാർട്ടിസിപ്പേഷൻ പൂർണ്ണമായും ബംഗാളി ജനങ്ങളുടെ അഭ്യർത്ഥനയെ പിന്തുണച്ചതിൻ്റെ ഫലമായിരുന്നു. ഇന്ത്യ സൈനികമായി ഇടപെട്ടു, പാകിസ്ഥാൻ സൈന്യത്തെ മറുപടി നൽകാനും ഒരു പുതിയ സ്വതന്ത്ര രാജ്യമായ ബംഗ്ലാദേശിനെ സഹായിക്കാനും. ഇന്ത്യൻ സേന അതീവ പ്രൊഫഷണലായി പ്രവർത്തിച്ചു. ആർമി, നേവി, എയർഫോഴ്സ് എന്നിവ ചേർന്ന് യുദ്ധം സവിശേഷമായി വിജയിച്ചു കൊണ്ടുപോയി. ഡിസംബർ 3, 1971 ഇന്ത്യയിലേക്കുള്ള പാകിസ്ഥാൻ സൈനികാക്രമണം യുദ്ധത്തിന് ഔദ്യോഗികമായി തുടക്കം കുറിച്ചു. ഇന്ത്യ വേഗതയുള്ള ആക്രമണത്തോടെ പാകിസ്ഥാൻ സൈന്യം ചുറ്റിപ്പറ്റിയ കിഴക്കൻ പാകിസ്ഥാൻ നിയന്ത്രണത്തിൽ കീഴടങ്ങി. ഇന്ത്യയുടെ സൈനിക മുന്നേറ്റവും വിമാനത്താവളങ്ങളും ഡിഫൻസ് സിസ്റ്റങ്ങളും അതീവ നിക്ഷിപ്തതയോടെ പ്രവർത്തിച്ചു. 1971 യുദ്ധം 13 ദിവസത്തിനകം അവസാനിച്ചു. ഇത് ലോകത്തിൽ ഏറ്റവും വേഗത്തിൽ വിജയിച്ച യുദ്ധങ്ങളിലൊന്നായി പദവി നേടി. പാകിസ്ഥാൻ സൈന്യം കീഴടങ്ങി. കിഴക്കൻ പാകിസ്ഥാൻ പുതിയ സ്വതന്ത്ര രാജ്യമായി ബംഗ്ലാദേശായി. ഇന്ത്യക്ക് സൈനിക വിജയം, അന്താരാഷ്ട്ര അംഗീകാരം, രാഷ്ട്രീയ ശക്തി എന്നിവ ലഭിച്ചു. 1971 യുദ്ധം സൈനികവും രാഷ്ട്രീയവുമായിട്ടുള്ള ചരിത്ര സംഭവമാണ്. ഇതിലൂടെ ഇന്ത്യയുടെ സൈനിക ശേഷി, മാനവിക സഹായം, രാഷ്ട്രീയ നയങ്ങളെല്ലാം പ്രകടമായി. പാകിസ്ഥാൻ ഉത്ഭേദങ്ങളിലൂടെ വലിയ നഷ്ടം അനുഭവിച്ചു. ബംഗ്ലാദേശിൻ്റെ ജനങ്ങൾ സ്വാതന്ത്ര്യം നേടിയപ്പോൾ ദീർഘകാല സാമ്പത്തിക, സാമൂഹിക, രാഷ്ട്രീയ സ്വാധീനമുണ്ടായി. 1971 യുദ്ധം ഇന്ത്യ പാകിസ്ഥാൻ ബന്ധങ്ങളുടെ ചരിത്രത്തിൽ നിർണായകമായ ഘട്ടമായി മാറി. പാകിസ്ഥാന് ഈ യുദ്ധത്തിൽ നഷ്ടപ്പെട്ടത് എന്തൊക്കെ? 1971 യുദ്ധം പാകിസ്ഥാന്റെ കിഴക്കൻ ഭാഗം സ്വതന്ത്രമായ പോയതിന് കാരണമായി. പാകിസ്ഥാൻ 2 ഭാഗങ്ങളായി വേർപെട്ടു. ഈ ഭൂമിശാസ്ത്രപരമായ നഷ്ടം രാജ്യത്തിന്റെ നിയന്ത്രണശേഷിയും ഭൗമസാമർഥ്യവും വളരെ കുറച്ചു. 2. സൈനിക നഷ്ടം. പാകിസ്ഥാൻ സൈന്യത്തിന് വലിയ പരാജയം സംഭവിച്ചു. കിഴക്കൻ പാകിസ്ഥാനിലെ മുഴുവൻ സൈനിക വിഭാഗങ്ങളും കീഴടങ്ങി. സൈനിക ഉപകരണങ്ങളും ആയുധങ്ങളും നഷ്ടപ്പെട്ടു. സൈന്യത്തിന്റെ ആത്മവിശ്വാസവും അന്തർദേശീയ പ്രതിഭാസവും കുറഞ്ഞു. രാജ്യത്തിന്റെ ആഭ്യന്തര രാഷ്ട്രീയ അവസ്ഥ ഗുരുതരമായി ബാധിച്ചു. ബംഗ്ലാദേശിന്റെ നഷ്ടത്തിന് പാകിസ്ഥാനിലെ ജനങ്ങൾ നിരാശയും ആരോപണവും പ്രകടിപ്പിച്ചു. പൊതുജനാധിപത്യവും ഭരണകൂടത്തിന്റെ വിശ്വാസ്യതയും തകർന്നു. സാമ്പത്തികമായുള്ള നഷ്ടം. കിഴക്കൻ പാകിസ്ഥാൻ നഷ്ടമായതോടെ പാകിസ്ഥാന്റെ സാമ്പത്തിക ശക്തിയും കുറഞ്ഞു. കൃഷി, വ്യവസായം, വാണിജ്യം എന്നിവയ്ക്ക് വലിയ തിരിച്ചടിയായി. വിദേശ സാമ്പത്തിക സഹായം കുറവായി. രാജ്യത്തിന്റെ സാമ്പത്തിക സംരക്ഷണ ശേഷി ദുർബലമായി. 1971 യുദ്ധത്തിന് ശേഷം പാകിസ്ഥാൻ അന്താരാഷ്ട്ര തലത്തിൽ കൂടുതൽ ഒറ്റപ്പെട്ടു. ഇന്ത്യയുടെ വിജയത്തിന് ലോകം അംഗീകാരം നൽകി. എന്നാൽ പാകിസ്ഥാന്റെ പ്രാധാന്യം കുറവായി. രാജ്യത്തിന്റെ പ്രതിഭാസം കുറവായി. വിദേശ നയതന്ത്ര പവർ കുറച്ചു. 1971 യുദ്ധത്തിന് ശേഷമുള്ള പാകിസ്ഥാൻ സൈനിക ആശ്വാസം, രാഷ്ട്രീയ നിലപാട്, സാമ്പത്തിക വീണ്ടെടുക്കൽ എന്നിവയിൽ പാടിയിരുന്നു. രാജ്യത്തിന്റെ ഭാവി നീണ്ടകാല സജീവവും ക്രമവുമില്ലാതെ തിരിച്ചറിയേണ്ട അവസ്ഥയിലേക്ക് വഴി തെളിയിച്ചു. 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിന് ശേഷമുള്ള ഇന്ത്യയുടെ നേട്ടങ്ങൾ. 1. സൈനിക നേട്ടം. ഇന്ത്യ സൈനികമായി വലിയ വിജയം നേടി. ഇന്ത്യയുടെ ആർമി, എയർഫോഴ്സ്, നേവി ഒത്തുകൂടി പ്രവർത്തിച്ചപ്പോൾ പാകിസ്ഥാൻ സൈന്യം 13 ദിവസത്തിനുള്ളിൽ കീഴടങ്ങി. ഇന്ത്യയുടെ സൈനിക തന്ത്രങ്ങളും ആധുനിക ആയുധങ്ങളും അതീവ കാര്യക്ഷമതയോടെ പ്രവർത്തിച്ചതോടെ രാജ്യത്തിന് വലിയ സുരക്ഷാ അഭിമാനം ലഭിച്ചു. 2. രാഷ്ട്രീയ നേട്ടം.
1971 യുദ്ധം ഇന്ത്യയുടെ രാഷ്ട്രീയ പ്രതിഭാസം ലോകത്താകെ ഉയർത്തി. ഇന്ത്യ സൈനികമായി ഇടപെട്ട് ബംഗ്ലാദേശിന്റെ സ്വാതന്ത്ര്യം ഉറപ്പാക്കുകയും മനുഷ്യാവകാശങ്ങളും ജനാധിപത്യത്തിന്റെയും പ്രശ്നങ്ങളിൽ ശക്തമായ നിലപാട് കാണിക്കുകയും ചെയ്തു. ഇത് ഇന്ത്യയുടെ അന്താരാഷ്ട്ര രാഷ്ട്രീയ സ്ഥാനം ശക്തമാക്കി. 3. ഭൂപ്രദേശ നിയന്ത്രണങ്ങളും പ്രതിരോധവും. പാകിസ്ഥാന്റെ സൈനിക ഭീഷണിയെ ഇന്ത്യ നിയന്ത്രണ വിധേയമാക്കി. അതിർത്തി മേഖലകളിൽ സൈനിക സുരക്ഷ ഉറപ്പാക്കി. രാജ്യത്തിന്റെ പ്രതിരോധ ശേഷി കൂട്ടി. ഭൗമപരമായും സൈനികമായി ഇന്ത്യക്ക് കൂടുതൽ സ്ഥിരത ലഭിച്ചു. 4. അന്താരാഷ്ട്ര അംഗീകാരം. യുദ്ധത്തിൽ ഇന്ത്യയുടെ പ്രവർത്തനം ലോകമെമ്പാടും ശ്രദ്ധേയമായി. ബംഗ്ലാദേശ് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ലോകം പിന്തുണയായി. ഇന്ത്യ മാനവികതയും നീതിയും പിന്തുടരുന്ന ശക്തിയുള്ള രാജ്യമായി എന്ന പേരിൽ അംഗീകാരം നേടി. യുദ്ധത്തിൽ ഇന്ത്യ പാരിതോഷികമായി വന്ന ബംഗാളി അഭയാർത്ഥികളെ സ്വീകരിച്ച് സഹായിച്ചു. ഇതിലൂടെ മനുഷ്യാവകാശ സംരക്ഷണത്തിൽ ഒരു മാതൃകാവകാശം സൃഷ്ടിച്ചു. മനുഷ്യാവകാശം സംരക്ഷിക്കുന്ന രാജ്യമായി ഇന്ത്യയുടെ പ്രതിഭാസം ഉയർന്നു. പാകിസ്ഥാന്റെ അധീനതയിലുള്ള ബംഗാളിന്റെ സ്വാധീനം ഇന്ത്യക്ക് ചെറിയ സാമ്പത്തിക നേട്ടം നൽകി. ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിൽ സൈനിക സാങ്കേതിക വിദ്യയുടെ വികസനം രാജ്യത്തെ ശക്തിപ്പെടുത്താൻ സഹായിച്ചു. ഇതൊക്കെയാണ് ഇന്ത്യക്കുള്ള നേട്ടങ്ങൾ.